കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ എൻഡിഎയുടെ ഭാഗത്തു നിന്നും സജീവമായി തുടരുന്നു എന്നതിനുള്ള തെളിവാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളും. എന്നാൽ കേരളത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് തമിഴ്നാട്ടിൽ ബിജെപി പ്രചരണ തന്ത്രം മെനയുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന RSS ബിജെപി നേതാവ് CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഉറപ്പിക്കാൻ ബിജെപി അണിയറ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുകയാണ്. മത്സരം ഒഴിവാക്കിക്കൊണ്ട് സമവായം എന്ന ബിജെപിയുടെ നിർദ്ദേശം ഇന്ത്യ സഖ്യം തള്ളിയിട്ടുണ്ട്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു OBC വിഭാഗം നേതാവിനെ രംഗത്തിറക്കിയതിലൂടെ പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാകുകയും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വേരോട്ടമുണ്ടാവുകയുമാണ് ബിജെപിയുടെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള DMKയുടെ നിലപാട് ശ്രദ്ധേയമായിരിക്കും. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിച്ചതും സ്റ്റാലിനും രാധാകൃഷ്ണനും തമ്മിലുള്ള വ്യക്തിപരമായ അടുപ്പവും ഇക്കാര്യത്തിൽ നിർണായകമാണ്. രാജ്നാഥ് സിംഗിന് സ്റ്റാലിൻ ഇക്കാര്യത്തിൽ ഉറപ്പൊന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് സൂചന. വിപ്പ് ബാധകമല്ലാത്ത ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പാർട്ടികൾക്കിടയിൽ കളം മാറിയുള്ള വോട്ടിങ്ങിനുള്ള സാധ്യതകളും BJP ആരായുന്നുണ്ട്. അതേസമയം ഇരുപക്ഷത്തും നിലയുറപ്പിക്കാത്ത ആന്ധ്ര പാർട്ടി YSR കോൺഗ്രസ് രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ടറൽ കോളേജിൽ ജയിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം NDAയ്ക്കുണ്ട്. എന്നാൽ ആശയപരമായ പോരാട്ടമുയർത്തി കടുത്ത മത്സരം നൽകാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം. തമിഴകത്ത് BJPക്ക് ഇതുവരെ പിടിച്ചെടുക്കാനായിട്ടില്ല. എങ്കിലും ശ്രമങ്ങൾ കൈവിടാൻ പ്രധാനമന്ത്രി ഉദ്ദേശിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വം. DMK അടക്കമുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള പാർട്ടികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ BJP ഇതിനെ ഉപയോഗിക്കും. DMKയെ മയപ്പെടുത്തുന്നത് ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള BJPയുടെ പദ്ധതികളിൽ ഒന്നാണ്. രാധാകൃഷ്ണനെ എതിർത്തു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നതിനെ DMK അടക്കമുള്ള തമിഴ് പാർട്ടികൾ എതിർക്കുന്നുവെന്ന് BJP പ്രചരിക്കും. BJP തന്ത്രത്തിന് ബദലായി തമിഴ്നാട്ടിൽ തന്നെയുള്ള ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ ഇന്ത്യ സഖ്യവും ശ്രമിക്കുന്നുണ്ട്. ഇതിനിടെ ചെറുകിട പാർട്ടികളുടെ പിന്തുണ നേടാനുള്ള നീക്കവും അണിയറയിലുണ്ട്. BJD, BSP, BRS തുടങ്ങിയ പാർട്ടികളുടെ മനസ്സ് വ്യക്തമല്ല. എന്നാൽ അതേസമയം തന്നെ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായ മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ തിങ്കളാഴ്ച ഡൽഹിയിലെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയും നടത്തി. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജിജു, ഭൂപേന്ദർ യാദവ്, പ്രഹ്ലാദ് ജോഷി എന്നിവർ ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കുകയും ചെയ്തു.